ഈ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട ഒരു ദൈവവചന സത്യമാണ് നമ്മൾ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകുന്നതിന്റെ ഭാഗമായി കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രാരംഭമായി വായിച്ച് കേൾപ്പിക്കുവാനുള്ളത്. കൊലോഷ്യൻസ് chapter 2 verses 6 and 7. If you would kindly turn with me to Colossians chapter 2 verse 6 and 7 for our meditation this evening. ഞാൻ ആ വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. So then, just as you received Christ Jesus as Lord, continue to live your lives in him, rooted and built up in him, strengthened in the faith as you were taught, and overflowing with thankfulness. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. പലപ്പോഴും ക്രിസ്തീയ ജീവിതമായി ആളുകൾ കരുതി വച്ചിരിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റു പറയുക, സ്നാനപ്പെടുക, പിന്നീടുള്ളത് അറ്റൻഡിങ് ഓൾ ദ മീറ്റിംഗ്സ്, നമ്മുടെ സമയങ്ങളും എല്ലാം ഒരുമിച്ച് വരുമ്പോ if we can make it possible, we will make it possible to attend the meetings. പിന്നെ tithe offering അങ്ങനെയുള്ള കാര്യങ്ങൾ ക്രമമായി കൊടുക്കുക. പലരും മാസത്തിൽ ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ ദശാംശം ഒക്കെ മാറ്റിവെക്കുകയും, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ ആത്മീക ജീവിതത്തെ കുറിച്ചുള്ള ചിത്രമാണ്. ഇതിനെക്കാട്ടിൽ അപ്പുറമായി ഈവൻ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നതും, വാട്ട് ഈസ് ദാറ്റ്? എന്തുവാ ഈ പറയുന്നത്? സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനാണോ? അല്ലെങ്കിൽ ഐ നെവർ യൂസ് ടു ഫാസ്റ്റ്, സോ ലെറ്റ് മീ ഫാസ്റ്റ് so that I will be spiritually recharged. എന്തോ, what does that mean to grow in the Lord? അതൊരു, I want you to think along with me today, അപ്പോസ്റ്റൽസ് എങ്ങനെയാണ് ആ ഗ്രോത്തിനെ ഡിഫൈൻ ചെയ്തെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആരുടെയും ഡെഫിനിഷൻ അല്ല ഇവിടെ ആവശ്യം. നിങ്ങൾക്ക് എന്റെ ഡെഫിനിഷൻ അല്ല, എനിക്ക് നിങ്ങളുടെ അല്ല, ഒരു ബുക്കിൽ കാണുന്നതല്ല. വാട്ട് ഡസ് ദ ബൈബിൾ സേ? ബൈബിളിൽ നോക്കുമ്പോ പോൾ ആണല്ലോ ചർച്ചുമായി ഡീൽ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഐ വാണ്ട് ടു ടേക്ക് യു ത്രൂ Apostle Paul's understanding of growing in the Lord by putting Christ as the center, as the goal for our Christian life. അതിന്റെ ഭാഗമായിട്ടാണ് ഈ chapter 2 verse 6 and 7 വായിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 6 and 7-നകത്തെ ഒരു കാര്യം നിങ്ങൾ ഒബ്സർവ് ചെയ്യാൻ നിങ്ങളെ ക്ഷണിക്കുന്നതിന് മുമ്പ്, ഈ 6 and 7 വേഴ്സസ് കിടക്കുന്ന ആ ഒരു സ്ഥലം, ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ എന്നോടൊപ്പം ഒന്ന് നോക്കണമേ. ചാപ്റ്റർ 2 വേഴ്സ് 4-ൽ പറയുന്നത്, പ്ലീസ് ലുക്ക് അറ്റ് ചാപ്റ്റർ 2 വേഴ്സ് 4. I tell you this so that no one may deceive you by fine sounding arguments. ആരോടാ ഇത് പറയുന്നത്? ചർച്ച് ബിലീവേഴ്സിനോടാ പറയുന്നത്. Are they spirit filled? Of course they are spirit filled. Are they baptized people? Of course they are baptized. അവരോടാ പറയുന്നത്, do not let anyone deceive you by fine sounding argument. കുറച്ചുകൂടെ പറഞ്ഞാൽ, മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, with preachings and seminars and books, you should not be deceived thinking that you are spiritual when you are not. People should not give you another definition of spirituality. അതാണ് ഇതിന്റെ ആകത്തുക. എന്നിട്ട് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ദാറ്റ് ഇറ്റ്സ് ലൈക്ക് എ സാൻഡ്വിച്ച് കേട്ടോ. ചാപ്റ്റർ 2:4-ൽ കാണാം, ഡു നോട്ട് ബി ഡിസീവ്ഡ്. ചാപ്റ്റർ 2 വേഴ്സ് 8-ൽ പറയുന്നത് എന്താ? 2:8-ൽ see to it that no one takes you captive. ഒരു നല്ല ഇംഗ്ലീഷ് തർജ്ജമ ഇങ്ങനെയാ പറയുന്നത്, see to it that no one kidnaps you.
എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിൽ ഇതിന് സാധ്യതയുണ്ട്. എങ്ങനെ ഇത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാത്തവരോടാണോ? നോ നോ നോ. I want to put myself in this. This is God's word for me today. I should not be deceived. Joe should not be deceived that I am spiritual when I am not. ആരെങ്കിലും പറഞ്ഞ ഡെഫിനിഷൻ വെച്ചോ അല്ലെങ്കിൽ എനിക്ക് തന്നെ തോന്നുക, no, I know how to preach. I teach in a Bible college or no, I share gospel. So ഞാൻ തന്നെ ഒരു അഭിപ്രായം എന്നെ കുറിച്ച് ഉണ്ടാക്കും. I am okay. അപ്പോ അത് വരാതിരിക്കാൻ വേണ്ടി ഇത് ഈ 6-7 ആ നമ്മുടെ ടെക്സ്റ്റ് എങ്കിലും 4-ൽ ഒരു സാൻഡ്വിച്ചിന്റെ സ്ലൈസ്, ഒരു ബ്രെഡ്, 8-ൽ ബ്രെഡ്, മീറ്റ് ആണ് ഈ കാണുന്ന 6 and 7. എന്തെന്ന് ചോദിച്ചാൽ the truth about growing in the Lord is conveyed in the context of deception. നിങ്ങൾക്ക് വേഗത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് പാസേജസ് ഡിസപ്ഷനോടുള്ള ബന്ധത്തിൽ ഇതിനോടകം തന്നെ വന്നു എന്ന് ഞാൻ കരുതട്ടെ. എന്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു പാസേജ് ആണ് 2 Corinthians chapter 11 and verse 4. അവിടെയും ബിലീവേഴ്സിനോട്, കുറച്ചുകൂടെ പറഞ്ഞാൽ ഈ കൊലോസി ആൾക്കാരെക്കാട്ടിൽ 1 step ഹയർ പ്ലെയിനിൽ നിൽക്കുന്നവരാണ് ഈ കൊരിന്തിലുള്ള ആൾക്കാർ. നിങ്ങൾക്കറിയാമല്ലോ അവരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ too many prophets are there. അതായിരുന്നു പ്രശ്നം. And Paul is writing to them in 1 Corinthians 11 and 13. Yeah, when you prophesy, please bear with another person. If one person is prophesying, other person, please keep quiet. The first person is done, you start. അതായിരുന്നു പ്രശ്നം. എന്ന് പറഞ്ഞാൽ charismatic church, they have speaking in tongues, they have sound, they have whatever you think spiritual signs these days, they had it all. അവരോടാണ് പൗലോസ് പറയുന്നത്. Look at 2 Corinthians chapter 11 verse 4. ഇന്നത്തെ നമ്മുടെ ജനറേഷന് I cannot stress this enough because this is the most important thing. ഞാൻ സ്ക്രിപ്ചറിൽ നോക്കുമ്പോൾ this is what we should meditate to have a good grasp of what is God expecting from us. 11:4-ൽ നോക്കിയേ, for if someone comes to you, അതിന് മുമ്പേ തന്നെ പറയുന്നത് verse 3-ൽ, I am afraid that just as Eve was deceived, look at that, just like Eve was deceived by the serpent's cunning, your minds may somehow be led astray. കൊലോഷ്യൻസിൽ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെ, what I am telling you is, this is the major problem in the early church. Not only with Colossians, just now we are looking at Corinthians. There also this is the issue. Let not your mind be taken away. And verse 4-ൽ പറയുന്നത് ഷോക്കിംഗ് 3 കാര്യങ്ങൾ 2 Corinthians 11:4-ലുണ്ട്. If someone comes to you and preaches a Jesus other than the Jesus we preached. ആരോടാ ഇത് പറയുന്നത്? Believers, you don't know how to make out which is the true Jesus and which is the fake Jesus. അതില്ലാത്തൊരു സ്ഥിതി വരുമോ? Just as he was deceived എന്നാ പറയുന്നത്. അപ്പോ another Jesus, another spirit, another gospel. ഇതാണ് ഇന്നത്തെ തലമുറയുടെയും ഡേഞ്ചർ. What is hindering our spiritual growth is majority of believers are not able to make sense which is the right thing. I see this one here, I see this one here, which one is right? നമ്മൾ പോലും അറിയാതെ. Now ഈ 11:3-ൽ പറയുന്ന analogy, just as Eve was deceived. ഈവിന് അറിയായിരുന്നോ ഡിസെപ്ഷൻ ആകാൻ പോവുകയാണെന്ന്? ഇപ്പൊ എനിക്ക്, if I know that I am going to be deceived or cheated by a business deal, would I ever get into that deal? Will you ever get it? No. പക്ഷേ just as Eve was deceived എന്ന് പറഞ്ഞാൽ we don't know. We are thinking we are spiritual when we are not. ഞാനിപ്പോ കൊലോഷ്യൻസും കൊരിന്ത്യൻസും കാണിച്ചു. ഈ ഗലേഷ്യൻസിലേക്ക് ഒരു നിമിഷം ഒന്ന് തിരിക്കണം എന്ന് പറഞ്ഞാൽ in the first few minutes I want you to get a feel of this is a subject that we cannot ignore. നോക്കിക്കേ, ഗലേഷ്യൻസിൽ പറയുന്നത് chapter 3 and verse 1. ഒന്ന് നോക്കിക്കേ, chapter 3 and verse 1. You foolish Galatians, who has bewitched you? അത് ഡിസീവിനെക്കാട്ടി കുറച്ചുകൂടെ സ്ട്രോങ് വേർഡാണ്. മലയാളത്തിൽ പറയുന്നത് നിങ്ങളെ ക്ഷുദ്രം ചെയ്തത് മയക്കിയതാരെന്ന്. ക്ഷുദ്രം ചെയ്ത് മയക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് as Eve was deceived എന്ന് പറഞ്ഞ പോലെ, ലിറ്ററൽ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ you are not able to think straight. What happened to you?
Did you lose your senses? ബിലീവേഴ്സിനോട് പറയാ. എങ്ങനെയുള്ള ബിലീവേഴ്സ് ആണെന്നറിയാം? 3-4 പറയുന്നത് they had all charismatic gifts. For have you experienced so much in vain? And verse 3, after beginning by means of the Spirit, എന്നിട്ട് 5 Spirit work miracles among you. ഞാൻ പറഞ്ഞു വരുന്നത് the crisis of our generation is not, oh, I wish there was another outpouring of Spirit and we had so many miracles. അതല്ല our real need. As some people see, oh Lord, let there be a revival. I am for it. But what is revival? ഇങ്ങനെയാ ഒരു ദൈവഭക്തനായ മനുഷ്യൻ പറഞ്ഞത്, revival is not what is done through the church. Revival is what is done to the church. To the church. നമ്മുടെ ഡിസപ്ഷനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, oh my goodness, I was deceived in this area. All this while I was thinking reading one chapter is the sign of spirituality. My world, I'm able to see that I am in the dark. That is revival. Revival is something that is done to the church, not what is done through the church. What is done through the church is an outcome of the real revival, which is done to me. ഈ ക്ലാസ്സിൽ എന്റെ പ്രാർത്ഥന എന്താന്ന് ചോദിച്ചാൽ, may God revive all of us. May God revive me and all of you, that we will be able to realize with the scriptures what are the shortcomings, what are the areas where we need light to grow. അപ്പോ ഈ ഡിസപ്ഷൻ എന്നുള്ളത് ഈ ജനറൽ എപ്പിസിൽസ്, ഫസ്റ്റ് പീറ്റർ, സെക്കൻഡ് പീറ്റർ, ജൂഡ് ഒക്കെ എടുത്താൽ maybe one verse ഒരു ജനറൽ എപ്പിസിലിനോട് വായിക്കാം. കാരണം ഇപ്പോൾ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിച്ചത് അപ്പോസ്റ്റൽ പോളിന്റെ ആണല്ലോ, ഗലേഷ്യൻസും കൊരിന്ത്യൻസും കൊലൂഷ്യൻസും. ജൂഡ് ഒന്ന് എടുത്തു നോക്കി ഒരു നിമിഷം. ജൂഡ് verse 4 ഒന്ന് നോക്കണം. For certain individuals whose condemnation was written about long ago has secretly slipped in among you. എന്തുവാ പ്രശ്നം ഇവിടെ? ജൂഡ് എഴുതുന്നത് same thing. They slipped in among you to deceive you. അതാ താഴോട്ട് പറയുന്നത്. They are deceivers. ഈ ഒരു theme, deception as a major theme in the epistles. I'm inviting you to study in your personal meditation. Look into scriptures, like for example Romans also. Start with Romans, 1 Corinthians, 2 Corinthians, Galatians. Why are these letters written? One of the major thing is deception. People are deceived. Paul is saying, open your eyes and see, you are in the dark. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഇത്രയും പോളിന്റെയും ജനറലും കൂടെ പറഞ്ഞു. ഗോസ്പൽസിൽ നിന്ന് യേശുവിന്റെ ഒരു വാക്യം കൂടെ ഈ പ്രാരംഭത്തിൽ ഓർപ്പിച്ചിട്ട് I want you to look at chapter 2 verse 6 and 7 Colossians closely. ഈ chapter 24-ൽ, മാത്യൂസ് ഗോസ്പൽ 24-ൽ end times നെ കുറിച്ചുള്ള അധ്യായത്തിൽ യേശു പറയുന്നത് നോക്കിയേ, 24 verse 3, as Jesus was sitting on the Mount of Olives, the disciples came to him privately. Matthew's Gospel പഠിക്കുമ്പോൾ ഈ coming to Jesus privately എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. That talks about discipleship, that talks about Jesus tell us എന്ന് പറഞ്ഞാൽ വെളിയിലുള്ളവർക്ക്, ഫാരിസീസിനും ക്രൗഡിനും ഇല്ലാത്തൊരു ടീച്ചിങ് ആണിത്. And they come to Jesus privately, tell us, they said, when will this happen? When will this happen എന്ന് പറഞ്ഞാൽ destruction of the temple ആണ്. Previous verses പറയുന്നത് when will this happen? The destruction of the temple. And രണ്ടാമത്തെ കാര്യം, what will be the sign of your coming? എങ്ങനെ അറിയാം? എന്തുവാ യേശു ആദ്യം പറഞ്ഞെന്നറിയാം? First thing, നമ്മൾ ഇന്ന് എല്ലാവരും we are excited about, oh, tsunami has come, coronavirus has come, I know for sure we are heading to the end. But what did Jesus say? First thing, what did Jesus say? Look at verse 4. Jesus answered, watch out that no one deceives you. I'm not surprised. Whatever Jesus said in Matthew 24:4 was the biggest problem in the early church. And that is the problem even today. That is where we are. Majority of Christians in the churches are not able to make sense of even scriptures. You will begin to understand what am I meaning by those comments. We are not able to understand scriptures.
in its context. Okay, let's look at Colossians chapter 2, verse 6 and 7 closely with this backdrop of deception is the issue here. People in Colossae, the church was established by a person by the name Epaphras. You see the pastor's name in chapter 1 and verse 7. Look at 1:7. You learned it from Epaphras. And what kind of a person was he? Was he a person who just became a because he had nothing to do in life? No. Look at verse 7. You learned it from Epaphras, our dear fellow servant, who is a faithful minister. Who is a faithful minister of Christ. I want you to think with me. Epaphras is a faithful servant. He is the pastor who taught them, but they are at the verge of being deceived. They are at the verge of being kidnapped spiritually because they have no clue what is maturity. How can I grow in the Lord? And you see a comment on the pastor in chapter 4, verse 12 as well. Look at chapter 4, verse 12. Is he a man who knows how to teach only, or he has some other quality? Can any of you unmute and please read chapter 4, verse 12, Colossians 4. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് പോലെ Yeah, please. Colossians 4:12. Any of you can, or else I'll read. ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് പോലെ അടങ്ങി പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല No. Colossians. We are in Colossians. Okay. Colossians chapter 4. നിങ്ങളിൽ ഒരുത്തനായി ക്രിസ്തുയേശുവിന്റെ ദാസനായ എപ്പഫ്രാസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. Yeah, please continue. There is a quality of this pastor described there. Yes. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്കു വേണ്ടി എപ്പോഴും പോരാടുന്നു. Look at that. He was a great Bible teacher according to chapter 1 verse 7. Epaphras was a great Bible teacher. According to chapter 4 verse 12, he was a prayer warrior. Now let me speak to families. These are the two ways for us to grow in 2021. If you want to guard your family from deception, if you want to guard your children from deception, there has to be a balance between word and prayer. Angane ondayittum, Epaphras was a pastor who is well versed in scriptures. He is mentored by Apostle Paul. Apostle Paul ഈ സ്ഥലത്ത് പോയിട്ട് പോലും ഇല്ല എന്ന് chapter 2 verse 1 ൽ കാണാം. Apostle Paul had never visited this people. Look at chapter 2 verse 1. I want you to know how hard I am contending for you and for those at Laodicea and for all who have not met me personally. Paul had never been to this place. Epaphras is the pastor. He is a prayer warrior. He is well versed in scriptures. These believers have learned. These believers are guarded by the prayer of Epaphras. The shocking thing is, do not be deceived. Do not be deceived. See to it that no one kidnaps you. Let's look at 6 and 7 closely. Just as you received Christ Jesus. ഏഴാമത്തെ വാക്യത്തിലും ആറാമത്തെ വാക്യത്തിലും there are two positive things, one each. Verse 6-ൽ ഒരു പോസിറ്റീവ് കാര്യമുണ്ട്, verse 7-ൽ ഒരു പോസിറ്റീവ് കാര്യമുണ്ട് about these believers. Look at 6. Received Christ Jesus. That is a positive thing about them. That is a positive thing about all of us. ഇന്നെ കേൾക്കുന്ന എല്ലാവർക്കും we are here because we have received Christ Jesus.
No, we praise God for that. ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. Our colleagues, our friends, for them, whatever we are doing right now is foolishness. What are you guys doing? No, on Saturday evening in the city of Delhi, you're supposed to enjoy with your friends, have a blast. You all sit together and study Bible. Now, this is outdated religion, they would say. But thank God that this evening, verse 6 happened. The first part, the positive thing happened with all of us. We received Christ Jesus. That is God's grace. I want you to look back into your life. That moment where you had an encounter with God. ഞാൻ വിശ്വസിക്കുന്നു all of you had that moment. Now, where we can ഈ എൻകൗണ്ടർ എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല കൂടുതൽ. Whether we had an encounter or ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, think of that moment when you had encounter എന്ന് പറയുമ്പോൾ, if you are struggling to, I really don't know where I had, എന്നാ ഞാൻ അപ്പൊ തന്നെ പറയാം, you did not that till now. ഇതുവരെ കിട്ടിയിട്ടില്ല. എൻകൗണ്ടർ കിട്ടിയ ഒരാൾക്ക് അതിന്റെ ഏറ്റവും വലിയ ബിബ്ലിക്കൽ ഇതെന്ന് പറഞ്ഞ അപ്പോസ്റ്റൽ പോളാ. till his last breath. എന്താണെന്നറിയാമോ പോളിന് പറയാനുള്ളത്? The Lord who appeared to me on the road to Damascus. The Lord who appeared to me on the road to Damascus. Through thick and thins. Through, all the storms in life. This is what he said. The Lord who appeared to me on the road to Damascus. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായി എന്ന് ഞാൻ കരുതട്ടെ. That is God's grace. When others heard the message, they did not feel anything. But you had a special urge in your spirit. I want to accept Jesus. I want to follow Jesus. I want to pray more. I want to study. So that is that positive thing. You receive Christ Jesus. That is not our strength. According to Ephesians chapter 2, verse 8 and 9, even the ability to believe is a gift. That is not our work. Ability to believe, understanding Jesus as God is a gift. That is God's gracious initiative. We could have said no, that is a different thing. But God worked in our hearts. According to even 1 Corinthians chapter 12, verses 1 onwards, verse 3 in particular, nobody can confess Jesus as Lord without the work of the Holy Spirit. How many of you are thankful this evening that God was gracious? God was gracious to invade our lives with his grace. And thank God that we could respond and receive Jesus. On that particular day, 5 years back or 10 years back, Christ Jesus came. The second positive thing in verse 7, first positive thing is received Christ. Good. All of us can agree to that. We all have received. എല്ലാവരും യേശുവിനെ സ്വീകരിച്ചു. Praise God. രണ്ടാമത്തേത്, you were taught. ആ പദം നിങ്ങൾ കണ്ടോ? Positive thing. You were taught. I'm happy that Moby Pastor stresses on the importance of teaching. നിങ്ങൾ ചർച്ചായി, you give lot of emphasis to study God's word. Praise God for that. Because ഈ തലമുറയിൽ അധികം കാണാൻ ഒക്കാത്തൊരു കാര്യമാണത്. People are excited about every other thing other than studying God's word. If a prophet is coming, excited. If it is music concert, excited. But word of God study, nobody is really excited these days. But thank God that your church at large, you are interested in studying God's word. These are two positive things. But these are first steps. Receiving Christ is not the end. It is the first step. ആ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ we are deceived. We are deceived thinking that Jesus, you have come into my life. I said yes to you. Now I pray to you. That's it. I'm moving on. I am taught. I have law. I know scriptures. ഇപ്പൊ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ സൺഡേ സ്കൂളിലൊക്കെ അന്ന് പോയത് കാര്യമായി, എല്ലാം പഠിക്കാനൊത്തു. ബൈബിൾ ക്വിസ്, I know how to score marks. That is a good thing, but that is only beginning. You need to learn. I need to learn. But ഒരു വലിയ കാര്യം ഇനി നടക്കണം. അത് നടക്കുന്നില്ലെങ്കിൽ ആ 2-4 ആണ് നടക്കുന്നത്. എന്താണെന്നറിയോ? Deceived. അല്ലെങ്കിൽ 2-8 ആണ് നടക്കുന്നത്. എന്താണെന്നറിയോ? Captive. ഇത് നടക്കുന്നത്, ഈ ക്യാപ്റ്റീവ് ആയി പോകുന്നതും ഡിസെപ്ഷനും നടക്കുന്നത്
not to ignorant people, not people who don't know anything. അവരെ അല്ല വിളിക്കുന്നത്, hey guys, you should be careful, otherwise you will be deceived എന്ന് പറയുന്നത് people who receive Jesus. യേശുവിനെ സ്വീകരിച്ചവരോടാ പറയുന്നത്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. നല്ലായിട്ട് പഠിച്ചവരോടാ പറയുന്നത്, നിങ്ങളെ ആരും ബന്ധിക്കരുത്. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന 2:8 നമ്മുടെ മലയാളം ട്രാൻസ്ലേഷൻസ് ഒക്കെ വളരെ പോളിഷ്ഡ് ആയിട്ട് അതിനെ പറഞ്ഞിരിക്കുന്ന, ആരും നിങ്ങളെ കവർന്ന് കളയാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അതിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ 2:8 ആരും നിങ്ങളെ ബന്ധിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. See to it that no one takes you captive. അപ്പോ ഇതന്നെ ഒരു ഫ്രൈറ്റനിങ് കാര്യമാണ്. People who started well, they at some point missed. Why did I start my journey? Why did I accept Jesus? Why am I studying God's word even this night? Is Saturday? Why are we studying? So that we will have a big head at the end of the day. Why am I studying? Why am I teaching? So that I can pass all the informations to you. I am not downplaying the importance of information. We need information. But 6 and 7, if you are saying today, I don't want to be deceived, I don't want to be in a form of captivity, angananengil there are certain things that must follow our reception of Christ. ആ പദം verse 6 ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കണം. Just as you received Christ Jesus as Lord. നിങ്ങൾ സർപ്രൈസ്ഡ് ആയിരിക്കും, because I belong to Kerala, because Malayalam is my mother tongue. ഒരു ഇൻസൾട്ടോ ഒന്നും ഉദ്ദേശിക്കാതെ ഞാൻ പറയാം, എനിക്കറിയത്തില്ല മലയാളികളിൽ ബഹുഭൂരിഭാഗം ആൾക്കാരും നമ്മൾ മലയാളം ബൈബിള് വായിക്കുന്നത് കൊണ്ടാണോ ഈ ഭാഗം നമുക്ക് ക്ലിയർ ആകാത്തതെന്ന് എനിക്കറിയത്തില്ല. കാരണം മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഈസ് ബിഗ് ഡിഫറൻസ് യു സീ വെൻ യു റീഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. ഒരു മിനിറ്റ് ഒന്ന് എടുത്തു നോക്കി. ആൻഡ് ദാറ്റ് ഡിഫറൻസ് ഈസ് വാട്ട് ഇറ്റ് ടേക്സ് ടു മൂവ് ഓൺ, മേക്കിംഗ് സെൻസ് ഓഫ് ദാറ്റ് ഡിഫറൻസ്. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കാം. എന്നിട്ട് I am going to give you 30 seconds. If any of you can make out what is the difference, I'll be happy for you to unmute and speak. What is the difference that you see in Malayalam translation and in English translation? English captures the meaning of Greek. New Testament is written in Greek, you know that. English captures the meaning of original language well here. നോക്കിയേ മലയാളം നോക്കിയേ, chapter 2 verse 6 ഞാൻ വായിക്കുന്നു മലയാളത്തിൽ. See whether you are able to see a difference. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ. ഇംഗ്ലീഷിൽ വായിക്കുന്നു, just as you received Christ Jesus as Lord. Are you able to see? Is there anybody here who is able to see that there is a difference here? And that difference is not a silly or a small one, it's a big one. ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളെ ആരെയും കാണാനൊക്കുന്നില്ല, അത് വേറൊരു കാര്യം. നിങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് ഞാൻ ധരിക്കുക, കാരണം ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു മോഡിൽ പോകാനാണ് എനിക്ക് ആഗ്രഹം. ബിക്കോസ് ഐ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് you all are getting what we are discussing here. Anybody here who is able to see there is a difference here in the translation, Malayalam, English? Anybody? Jesus as Lord. Very good. But in Malayalam it's Lord Jesus. ശരിക്കും മലയാളത്തിൽ കർത്താവായ യേശു എന്ന title there in Malayalam, but in English it is he becomes ruler, owner of our lives, everything. Yes. മലയാളത്തിൽ ഇംഗ്ലീഷിന്റെ റൈറ്റായ സെൻസ് മലയാളത്തിൽ പ്രിസർവ് ചെയ്തായിരുന്നെങ്കിൽ ആ വാക്യം എങ്ങനെ ഇരുന്നേനെന്ന് ചോദിച്ചാൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനെ കർത്താവായി കൈക്കൊണ്ടതുപോലെ എന്നിരുന്നേ. കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടെന്നല്ല, ക്രിസ്തുവേശുവിനെ കർത്താവായി. That makes all the difference. അവിടാണ്, don't be deceived.
You did not just receive Lord Jesus Christ, you received Jesus Christ as Lord. ഇത് ഒരു നല്ല majority ആൾക്കാർക്കും they have absolutely no clue. If you ask them, did you receive Jesus? Yes, I received Lord Jesus Christ. പക്ഷേ did you receive Lord Jesus? Did you receive Jesus Christ as your Lord? Yeah, Pastor, you mean Romans 10:9? Yeah, I've done it. Romans 10:9. പക്ഷേ അത് what does that take in a day-to-day life? How it should be translated in our daily life? പലർക്കും ഒരറിവില്ല എന്നുള്ള സത്യം. വാസ്തവത്തിൽ നിങ്ങൾ നോക്കിയാൽ പൗലോസ് എല്ലായിടവും പോയി പറഞ്ഞ എന്താണെന്നറിയോ? ലോർഡ് ജീസസ് ക്രൈസ്റ്റ് എന്ന് മാത്രമല്ല, 2 Corinthians 4:5 ഒരു ക്ലിയർ വേഴ്സ് ആണ്. ലുക്ക് അറ്റ് 2 Corinthians 4:5. For what we preach is not ourselves. ഞങ്ങളെ തന്നെയല്ല പ്രസംഗിക്കുന്നത്. When we go around, we are not saying, look at us, God has done this in our life, God has done that in our life. No. We are not saying that. Oh, when I started following Jesus, I had nothing. I had only 2 boats. Now I am an owner of a private limited company. No. That is not what we are doing. We are not preaching ourselves. Then what are we preaching? But Jesus Christ as Lord. ഞങ്ങളെ തന്നെ അല്ല, ക്രിസ്തുവേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ആ ഗ്രോത്ത് ഇരിക്കുന്നത് എവിടാന്ന് ചോദിച്ചാൽ, we should understand receiving Jesus first step. അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. Did we receive Jesus Christ as Lord or we just received Lord Jesus Christ? Big difference. Romans 10:9 അത് തന്നെയാ പറയുന്നത്. If you declare with your mouth, Jesus is Lord. അപ്പോ I still remember, സ്നാനപ്പെടുന്നതിന് മുമ്പ്, the one who was there to give me baptism, he asked me, Joe, you remember which day you accepted Jesus Christ as Lord? ഞാൻ പറഞ്ഞു, a date ഞാൻ exactly ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, okay, let's do one thing. ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. ഇപ്പൊ ഒന്നുകൂടെ പറ, കാരണം എഴുതി വെക്കാം, ബൈബിളിന്റെ ഫസ്റ്റ് പേജിൽ എഴുതി വെക്കാം. അപ്പൊ പലപ്പോഴും ഈ റോമൻസ് 10:9 is an exercise എന്ന് പറയുമ്പോൾ ഫോർ എ ഡേറ്റിംഗ് പർപ്പസ്, ഫയൽ ഫില്ല് ചെയ്യുന്നത് പോലെ എഴുതി വെക്കുക, ജീസസ് ക്രൈസ്റ്റ് ആസ് ലോർഡ്. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ചേഞ്ച് എനിത്തിങ്. It did not change our ambition. It did not change our desires. It did not change the way we look at money. It did not change the way we perceive world success. Nothing has changed. What has changed is, I confess Jesus. I confess Lord Jesus Christ. Or I confess Jesus Christ as Lord. What difference did it make? I took baptism. That will be the second thing. And what difference? What else? I speak in tongues. What else? I read Bible. But how a person outside, your colleagues, my friends, my colleagues, how are they able to see Joe is different? Joe is different. Is it because our claim, I received Christ, I received, just by our claim, nobody will be able to see any difference. Their only difference when they look at us would be, he confesses. ഈ കൺഫെഷൻ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയാം? പിന്നെയും ജീസസിന്റെ വാക്കാണ് വരുന്നത്. മാത്യു 7 യേശു ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ കൺഫെഷനെ കുറിച്ച് യേശു പറഞ്ഞ ഒരു വാക്ക്? മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 7 ക്ലൂവും പറഞ്ഞു. നിങ്ങൾ ആ വാക്യം ഫൈൻഡ് ഔട്ട് ചെയ്യുമോ നോക്കട്ടെ. I'll give you 30 seconds. Is there anybody? Yes, we should confess Jesus as Lord, but is there any danger in just confessing? Oh, Jesus, you are Lord. That's it. യേശു എന്തെങ്കിലും പറഞ്ഞോ? ആരുമില്ലേ? I am sure one of you will say it. This is something that we should be aware of, and I am sure you are aware of. ഏതാ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പൊ എന്തോ പ്രശ്നം എന്നറിയോ ഈ കൺഫെഷന്റെ? കൺഫെഷൻ ഇല്ലാതെ സ്വർഗരാജ്യത്തിൽ പോത്തില്ല.
പക്ഷെ കൺഫെഷൻ ഉള്ള എല്ലാവരും പോത്തുമില്ല. Without confession, we will not make it. But just with confession, we will not make it. അത് വളരെ എവിഡന്റ് ആണ്. അപ്പൊ 2:6 ആ നമ്മളിപ്പോ നോക്കുന്നത്. പൗലോസ് പറയാ, don't be deceived. Don't be deceived. Don't let anyone kidnap you. Don't think that everything is taken care. Let me relax. I received Christ Jesus. No, no, no. Did we receive Christ Jesus as Lord? And how do we know that we receive Christ Jesus as Lord? യേശു പറഞ്ഞത് നോക്കിയാൽ മതി. കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന മാത്രമല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. By the way, you know what does this mean? Not everyone who say to me, Lord, Lord. അതെന്താണെന്നറിയാം? Most probably when you look at a study Bible or a commentary, you will see this is a creedal confession in the first century. അതിനെ എംഫസിസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പൊ നമ്മുടെ സ്നാനത്തിന് മുമ്പ് നമ്മളെ പറയിപ്പിക്കുന്നത് പോലെ ജോ പറഞ്ഞാട്ടെ, ഇന്ന് മുതൽ I am a follower of Jesus. I am a follower of Jesus. And whatever happens in my life, I will follow Jesus. Whatever happens in my life. Like a parent, we say that. We repeat after a pastor. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഇത്. ലോർഡ് ലോർഡ് എന്ന് പറഞ്ഞാൽ ക്രീഡൽ കൺഫെഷൻ. പക്ഷെ യേശു പറയാ, that is not going to make any difference until and unless you come under the lordship of Christ. Coming under the lordship of Christ എന്നൊക്കെ പറയാൻ എളുപ്പമാ. പക്ഷേ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറയാം. A quote which really ministered to my life several years back. ഒരു ഭക്തനായ മനുഷ്യൻ ഇപ്രകാരമാ പറഞ്ഞ about lordship. Either Jesus is Lord of all or he is not Lord at all. Plain ആണ്. ആർക്കും പറയാനൊക്കത്തില്ല, he is Lord, but at the same time, we are human beings. അങ്ങനെയൊന്നുമില്ല. Either he is Lord of all, either he is in complete control of your life. What job to do, he is in control. What to do with that salary, he is in control. Some of you will be thinking, brother, what do you mean by that? My hard-earned money belongs to me. That is when this lordship business comes. Jesus says, if you are, see, the moment you confess Jesus as Lord, the other side of that is, I am your slave. I am your slave. Jesus, you are Lord, meaning, I'm your slave. Whatever I have is yours. അതാണ് ഗ്രോത്തിന്റെ പാത. അതാണ് ഡിസെപ്ഷൻ ഇല്ലാത്ത ക്രിസ്ത്യൻ ലൈഫ്. ഡിസെപ്ഷൻ ഉള്ള ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ, I receive Jesus and I think I am okay. Lord, Lord. He is Lord. He is Lord. He has risen from the death and he grave and he is Lord. Every knee shall bow. ഇതെല്ലാം പാടുക. പക്ഷേ no connection. Personal life, no connection. എന്ന് പറഞ്ഞാൽ, I know people who don't read Bible also. ഇനി reading Bible മാത്രമല്ല, how are we going to put in practice? ഞാൻ സാധാരണ ആൾക്കാരോട് പറയും, see, after 12th standard or after degree, or do you know that Jesus is interested even in the minute things, which course you are going to take, which company you are working? Jesus is interested about all these things. Jesus is not somebody who sits somewhere up there, who is disconnected, far from you. That is not the idea we have about our Heavenly Father and about Jesus. അതിനെക്കുറിച്ച് പറയുമ്പോ ഒരു വാക്യം വായിച്ചാൽ അത് ക്ലിയർ ആകും. എങ്ങനെയുള്ള ഒരു അതിനെ നല്ലതായി ക്യാപ്ചർ ചെയ്യുന്ന 16 നിങ്ങളിൽ ഒരാൾ വായിക്കണം ആ വാക്യം. Ephesians chapter 3 verse 16. What does this mean to receive Christ Jesus as Lord? How should I look at a life? How does that look like if I receive Jesus Christ as Lord? Ephesians 3:16 വായിക്കാമോ? അവൻ തന്റെ മഹത്വത്തിന്റെ ദാനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും. Look at that expression. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ
ഉള്ളിൽ വസിക്കുക. You know what does this mean to confess Christ Jesus as Lord? You know what does that mean? You are opening the door. Jesus, come, live inside of me. Come live with me all my life, take over. There's a beautiful English song. ഈ ഒരു 316 അസലായ തർജ്ജമ എന്താണെന്നറിയാം? For us to understand. ഇവിടെ പറഞ്ഞിരിക്കുന്നത് so that Christ may dwell in your heart എന്ന ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. The Message Bible ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെ അതിനെ വെച്ചിരിക്കുന്നത്, may Christ feel at home in your hearts. എന്താ? What does that mean to receive Christ Jesus as Lord? You know what does that mean? To allow him to feel at home in your hearts. None of you are hearing that phrase for the first time. Feel at home, feel at home, feel at home. Feel at home എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്, when I was growing up in Airu, Kerala, കൂടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പാസ്റ്റർ വരുമായിരുന്നു താമസിക്കാൻ വേണ്ടി. അപ്പം എവറി ടൈം he comes, പപ്പ പറയുന്ന ഒരു വാക്കാണ് അദ്ദേഹത്തോട്, പാസ്റ്ററെ പ്ലീസ് ഫീൽ അറ്റ് ഹോം, പ്ലീസ് ഫീൽ അറ്റ് ഹോം. ഇത് പറഞ്ഞു കഴിയുമ്പോ പാസ്റ്റർ ഒന്ന് ചിരിക്കും, ഓക്കെ താങ്ക് യു എന്നൊക്കെ പറയും. പാസ്റ്റർക്ക് അറിയാം ഏത് മുറിയിലാ പാസ്റ്റർ കിടക്കാൻ പോകുന്നതെന്ന് അറിയാം, കാരണം എല്ലാ പ്രാവശ്യവും ആ മുറിയിലാണുള്ളത്. പക്ഷെ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ മുതൽ എന്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറിയുടെ ഒരു പ്രധാന ഒരു കാര്യം ഇരിക്കുന്നതാണ് അവിടെ. ഇദ്ദേഹം ഈ ഒരാള് വന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നറിയാം? എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ഞാനും സിസ്റ്ററും എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. ഞങ്ങള് അത്യാവശ്യം ഒരു വഴക്കും കാര്യങ്ങളും ശബ്ദവും കളിയും ചിരിയും. ഈ പാസ്റ്റർ വന്ന് കഴിയുമ്പോ മുതൽ ചിരിക്കാനൊക്കത്തില്ല, നടക്കാനൊക്കത്തില്ല. അങ്ങോട്ട് നടന്നു പോകുമ്പോ ഡൈനിങ് ടേബിളിൽ ഒന്ന് തട്ടി പപ്പ, എല്ലാത്തിനും വിലക്കായി. കഴിക്കാനിരിക്കുക. മമ്മിക്കറിയാം ചിക്കൻ ബിരിയാണി എനിക്ക് വലിയ ഇഷ്ടമാണ്, പ്രത്യേകമായി ലെഗാണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മമ്മി മോനെ കരുതി ചിക്കന്റെ ലെഗ് വിളമ്പാൻ വേണ്ടി നിൽക്കുമ്പോ ഞാൻ കാണിക്കുന്നത് വേണ്ട 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 വേണ്ട. മമ്മി സർപ്രൈസ്, എന്തോ പറ്റി ഇതിന്, അയ്യോ എന്തോ പറ്റി. പക്ഷെ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ കണ്ണ് കാണിക്കും, ഇതാർക്കും കൊടുക്കരുതേ, ചിക്കനിലേക്ക് അവിടെ ഇരിക്കട്ടെ. പാസ്റ്റർ പോയി കഴിയുമ്പോ അടുക്കള വന്ന് ആ അടുക്കളയിലെ തടിയുടെ മണ്ടക്കിരുന്ന് ഞാൻ കഴിച്ചോളാം. ഫീൽ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഫീൽ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ യു കനോട്ട് ഫീൽ അറ്റ് ഹോം, അതതിന്റെ അർത്ഥം. റിസീവിങ് ക്രൈസ്റ്റ് ജീസസ് ആസ് ലോർഡ് എന്ന് പറഞ്ഞാൽ യു ലോസ്റ്റ് ഇറ്റ്. ഈ ചിലർ പറയുന്നല്ലോ യു ലോസ്റ്റ് യുവർ ഫ്രീഡം. പക്ഷെ അതിനെ ഒരു നെഗറ്റീവ് സെൻസിൽ മനസ്സിലാക്കരുത്. ഇങ്ങനെയാ ഒരു ദൈവഭക്തനായ മനുഷ്യൻ പറയുന്നത്, വി കനോട്ട് റിയലി ചൂസ്. ഇപ്പൊ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ആർ യു ഫ്രീ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ റോങ് ക്വസ്റ്റ്യൻ. എന്താണെന്നറിയാമോ റൈറ്റ് ക്വസ്റ്റ്യൻ? ഹു ഈസ് യുവർ മാസ്റ്റർ? അതാ റൈറ്റ് ക്വസ്റ്റ്യൻ. ഈ ലോകത്തിൽ ആരോടും ആർ യു ഫ്രീ എന്ന് ചോദിച്ചാൽ നോ, ദാറ്റ് ഈസ് എ റോങ് ക്വസ്റ്റ്യൻ. There is no option for any human being to be free. The right question to ask a person is, who is your master? അവിടെ ജീസസ് ഈസ് മൈ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ദൈവഭക്തനായ മനുഷ്യൻ ഇപ്രകാരമാണ് പറയുന്നത്, we experience true freedom when we are slaves of Jesus. Let me tell you, all my brothers and sisters today, do you see your life as something where Jesus is ever present, not just when we gather for Bible study, not just on Sunday morning? Jesus is ever present even when you are in hospital, even when you are running around in the hospital working. Jesus's presence is felt. You feel his presence. The values of Jesus is very active. When colleagues backbite, when the team leader is not promoting you, he is promoting a junior, but he is not promoting you, our response is guided by Jesus. ഈ 2:6 പറയുന്നത്,
Just as you received Christ Jesus as Lord, he is your Lord. He is wanting to feel at home. ആ ഒരു ആംഗിളിലാണ് സ്പിരിച്വൽ ഗ്രോത്ത് തുടങ്ങുന്നത് തന്നെ. ഇറ്റ് ഈസ് നോട്ട് എ ഡൺ ഡീൽ ഇൻ ദാറ്റ് സെൻസ്. യാ, ഐ റിസീവ്ഡ്. നൗ മൈ ലൈഫ് ഈസ് ഹാപ്പി. അയ്യോ, ഞാൻ എപ്പോഴും പറയുന്നത്, when we truly understand this, we know how much we have to be sensitive to the voice of Lord to lead a godly life the way that God is expecting of us. തണ്ട് ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അതിനെ ഈ യേശുവിന്റെ കർത്തൃത്വത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ കർത്തൃത്വത്തിൽ നടക്കുക, ഒരു 2 വാക്യം ഞാൻ യേശു തന്നെയാണ് ഈ കർത്തൃത്വത്തിന്റെ ഇതിൽ നടക്കുക എന്ന് പറയുന്നതിന്റെ മാതൃക. കാരണം when you look at John's Gospel chapter 4, യേശു ആ മാതൃക. ലോർഡ്ഷിപ്പിന്റെ കീഴിൽ ഒരാളെങ്കിൽ you should follow Jesus in the way he submitted to the Father. എന്താണെന്നറിയാമോ ജോൺസ് ഗോസ്പൽ 4-ൽ പറയുന്നത്? ഇൻട്രസ്റ്റിംഗ്. ജീസസ് ഈസ് ടെല്ലിംഗ് them, my disciples-നോട് പറയുന്നതാണ്, my food, Jesus said, is to do the will of the Father who sent me. അല്ലേ? Verse 34. I'm looking at verse 34. 4:34. ഇതാ ലോർഡ്ഷിപ്പിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ യേശു മാതൃക കാണിച്ചു തരിക. See, I submit myself to Father. My food, said Jesus, is to do the will of him who sent me and to finish his work. Is that your passion today? Do you know that your life has a mission? The very reason you are alive in 2021 is because there is a mission. Jesus has a specific goal, specific mission for your life, for my life. നമ്മുടെ ജീവിതത്തെ കുറിച്ച് വ്യക്തമായി ദൈവത്തിന് ഒരു നിയോഗമുണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജീവനോടിരിക്കുന്നത്. യേശുവിന്റെ മാതൃകയാണ് എന്റെ മാതൃക. യേശു പറയാ പിതാവിനെ കുറിച്ച്, എന്റെ ആഹാരം അഹിതം നിവർത്തിക്കുക എന്നുള്ളത്. ലോർഡ്ഷിപ്പിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഡൽഹി താമസിക്കുന്നു, കാനഡയിൽ താമസിക്കുന്നു, ഓസ്ട്രേലിയ. Those are not the most important things. Most important things is, am I under the will of God? ഒരു കാര്യം ഇവിടെ ഷോക്കിംഗ് റിയാലിറ്റി ഞാൻ പറയാം. സാധാരണ ബിലീവേഴ്സ് എല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? എന്താ ദൈവത്തിന്റെ ഹിതം? ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ എന്റെ സമൃദ്ധിയ. അതാ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. Out of 100 believers, 80 believers will tell you, എന്റെ ഒരു ചിലപ്പോ ഓവർ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം, ചിലപ്പോ 50 കാണത്തുള്ളൂ, പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 80% ആൾക്കാര് ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അറിയാമോ ബ്രദറെ? വില കൊടുത്താൽ മതി. വില കൊടുത്താൽ എന്തോ പറ്റും? വില കൊടുത്താൽ നിന്നെ മാനിക്കും. വില കൊടുത്താൽ നീ ഭയങ്കര സംഭവം. ഇപ്പൊ ഡൽഹിയിൽ ഒക്കെ, നീ ഡൽഹിയിലൊന്നും കറങ്ങി നടക്കേണ്ട ആളല്ല. ഒരു മഞ്ഞ് പെയ്യുന്ന രാജ്യം, ഇതാ പറയുന്നത്. അപ്പൊ യേശുവിനെ സ്വീകരിച്ചോണ്ട് എന്തോ കിട്ടി? യേശുവിനെ സ്വീകരിച്ചോണ്ട് നല്ലൊരു ജീവിതം കിട്ടി. എവിടെ? ഇവിടെ. മറ്റാർക്കും എന്താ ഹോസ്പിറ്റൽസിന്റെ ഒക്കെ 1-2 പേര് വരുന്നുണ്ട്, ഞാൻ അത് പറയുന്നില്ല ഇപ്പം, കാരണം അത് നിങ്ങൾക്ക് ആർക്കും പേഴ്സണലായിട്ട് ബുദ്ധിമുട്ട് തോന്നണ്ട. അയ്യോ, ഇവിടെ ആർക്കും കിട്ടാത്ത എനിക്ക് കിട്ടി. ഇസ് ദാറ്റ് ദ ഡിഫറൻസ് ദാറ്റ് വി ഹാവ് ബിക്കോസ് ജീസസ് ഈസ് അവർ ലോർഡ്? അങ്ങനെയാണെങ്കിൽ how about rest of the people who work there, who doesn't have any connection with Jesus? നമ്മൾ ആ ടെസ്റ്റിമണിയാ പറയുന്നതെങ്കിൽ, yeah, look at my life, the success, the luxury, the comfort. Jesus, I received Jesus. My life is never be the same. It is not the same. അതാ പറയുന്നതെങ്കിൽ, who is the richest man in India? All of you know the answer. Ambani. You know how many cars he has? ഞാൻ കഴിഞ്ഞൊരു ദിവസം ഒരു യൂത്ത് മീറ്റിംഗിന് ചോദിച്ചപ്പം ഒരു സ്മാർട്ട് ആള് പറഞ്ഞു, 70 അങ്കിൾ, 70. എത്ര കാറാന്നറിയോ? ഗൂഗിൾ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കും. അറൌണ്ട് 350 കാർസ്. എത്ര ഉപവസിച്ചിട്ടാ, എത്ര കെട്ടുപൊട്ടിച്ചിട്ടാ? This is another religion. Let me tell you, this is another religion. A religion which will tell you, come to Jesus, come to Jesus, receive Jesus. Oh, your life is going to change forever. Oh, in what way? I do believe that it will change. എങ്ങനെയാണെന്നറിയാമോ?
I am not the master of my life. He is my master. That is the change. That is what Paul is saying. Otherwise, it is deception. Otherwise, we are in captivity. We are in a state where we are captives. Captives of evil desires. Captives of worldly pleasures and passions. നോക്കിയേ, അതല്ലേ ചാപ്റ്റർ 4:34 യേശു മാതൃക പറയാ, എന്റെ ഹിതം, എന്റെ ആഹാരം പിതാവിന്റെ ഹിതം. ചാപ്റ്റർ 6 നോക്കി, ഈ വാക്യം കൊണ്ട് നോക്കണം. Chapter 6 verse 38. Jesus is the model for living a life under the lordship. Chapter 6:38 is a very precious verse, very close to my heart. Chapter 6 verse 38. Okay, യേശുവിന്റെ വാക്കുകളാണ്. For I have come down from heaven not to do my will, but to do the will of him who sent me. We all have our desire. അതാ പറയുന്ന will എന്ന് പറഞ്ഞാൽ our aspirations, our ambition, our dream, our goals, ഇതെല്ലാം. ജീസസ് പറയാ, I did not come down from heaven to do my will, but to do the will of the Father who sent me. In a shocking thing എന്താണെന്നറിയാം? You know what was at the center of Father's will for Jesus? Can any of you unmute and tell me the answer? I'll repeat the question once again. What was at the center of Father's will for Jesus? എന്തോ ഉത്തരം? സെന്റർ. നമുക്ക് ആ ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമല്ലേ? Are you at the center of God's will? Brother, are you at the center of God's will? What was, Jesus was obeying Father, and what was at the center of Father's will for Jesus? What was it? Yes? Pleasing the Father. Pleasing the Father. Good answer. Anybody else? What was at the center of Father's will for Jesus? When you look at chapter 4, when you look at chapter 6 of John, the 2 verses that we read, Jesus had that in mind. My food is to do the will. I did not come down from heaven to do my will. To do. What was it? What was it? Anybody? Reflecting God the Father in this world. Reflecting God the Father. As John 1:18 says, I want to reveal who the Father is. ഒരു വലിയ കാര്യം ഉണ്ടല്ലോ, ആരും പറയുന്നില്ലല്ലോ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണല്ലോ. എന്താ അത്? What was at the center of Father's will for Jesus? Cross. കുരിശ്. Cross. Isn't it? Cross was at the center of Father's will for Jesus. അതായി പറയുന്നത്, എന്റെ ആഹാരം പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ക്രോസ്. അതല്ലേ ഗാർഡൻ ഓഫ് I'm sorry. Yes, you all are not able to unmute. Okay, I'm sorry. Yeah, that is in one way it is good. അല്ലെങ്കിൽ ചിലപ്പോ വേറെ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യും ഇടയ്ക്ക് ബൈ മിസ്റ്റേക്ക്. ദാറ്റ് ഈസ് ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. അപ്പോ ഇതാ കാര്യം ഇതാ. അതുകൊണ്ടല്ലേ ഗാർഡൻ ഓഫ് ഗെത്സമനെ കിടന്നുകൊണ്ട് എന്തുവാ പ്രാർത്ഥിക്കുന്നേ? നോട്ട് മൈ വിൽ ബട്ട് ദ വിൽ. അതെന്താ? ക്രോസ്. പക്ഷെ എന്താന്നറിയാമോ, നമ്മളെ പലരെയും ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ജീസസ് ലൈഫ് വാസ് ലൈക്ക് ദാറ്റ്. ഹി ബിക്കേം പുവർ. അടുത്തൊന്ന് ചെയ്തേ. He became poor to make you rich. Oh, receive Jesus. Jesus' life was like that. He obeyed the Father. Cross was at the center. You know why he took cross? So that you don't need to carry the cross. Jesus became poor to make you rich. ഇതൊരു വാക്യം ഞാനിപ്പോ പറഞ്ഞത്. ആ വാക്യം അങ്ങനെ പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് എല്ലാം കൺഫ്യൂഷൻ ഉണ്ടാകും. നിങ്ങൾ തന്നെ ഇപ്പൊ ചിന്തിക്കും, yeah pastor, it is verse you only said no, cross was at the center, and yes, the verse says Jesus became poor to make us rich. That is verse, isn't it?
ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഐ വാണ്ട് യു ടു റീഡ് ദാറ്റ് വേഴ്സ്. 2 Corinthians 8 ആ വാക്യം കാണുന്നത്. 8:9 കാണുന്നത്. ക്രോസ് വാസ് അറ്റ് ദ സെന്റർ ഓഫ് ഫാദേഴ്സ് വിൽ ഫോർ ജീസസ്. അത് നമ്മളെ എല്ലാരെയും കൂടെ ക്രോസ് ഇല്ലാതെ നയിപ്പിക്കാനാണോ? നമ്മളെ എല്ലാരെയും കൂടെ അമ്പാനിയാക്കാനാണോ? What is the benefit that we are getting when we receive Jesus? Look at 8:9, 2 Corinthians. For you know the grace of our Lord Jesus Christ, that though he was rich, yet for your sake, believers, നിങ്ങൾക്ക് വേണ്ടി, he became poor. എന്നിട്ട് എന്തോ പറയുന്നേ? So that you through his poverty, believers, നിങ്ങൾ ദൈവത്തെ യേശുവിന്റെ ആ ദാരിദ്ര്യത്തിൽ through his poverty might become rich. എന്ത് പ്ലെയിൻ വേഴ്സ് ആണ്, എന്ത് ക്ലിയർ വേഴ്സ് ആണ് അല്ലേ? ഇത് ആദ്യമായി കാണുന്ന ആരും ഇല്ലെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഈ വാക്യം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരു 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 വേറൊരു ടീച്ചിങ്ങിനോട് അധികം എക്സ്പോസ്ഡ് ആയിട്ടില്ല എന്ന് അതിന്റെ അർത്ഥം. ഞാൻ കണ്ടിട്ടുള്ള പലരുടെയും അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്യമാണിത്. Jesus became poor to make you rich. If for some reason, if you are seeing this verse for the first time, there are less chances that you are on another route in your spiritual life. കാരണം ഈ receiving Jesus as a benefit for me എന്ന് പറയുന്നവരുടെ ആപ്തവാക്യമാണിത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. Because it's a class, let me tell you how to look at this verse. You know what is happening in chapter 8 and 9? 2 Corinthians 8 and 9. എന്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞതെന്നറിയാം? എന്തിനാ ജീസസ് മോഡലിനെ കുറിച്ച് പറഞ്ഞത്? He became poor to make you rich. For what? The whole chapter 8 and 9 is about giving. Giving. ഈ കൊരിന്ത്യൻ ആൾക്കാർ പറഞ്ഞു, we will give money, we will give money. ഞാനത് പാരഫ്രൈസ് ചെയ്ത് പറയുക. പൗലോസിനോട് പറഞ്ഞു, we will give money for your mission work. പൗലോസ് എന്ന് എല്ലായിടവും പറഞ്ഞു, you know what? Corinthian people are such generous people. പക്ഷെ ഇവരെന്തോ ചെയ്യുന്നറിയാം? സമയമായപ്പോ പറഞ്ഞു, ഞങ്ങളുടെ ഇപ്പൊ പൈസ ഇല്ല. പലയിടത്തും അത് കാണാം. Yeah, we'll give you 50,000, we'll give you 1 lakh. But when the actual collection come, but you know what? Corona virus, otherwise I would have done. Yeah, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പൗലോസ് പറയാ 8 and 9 ഇപ്പൊ ഞാൻ അത് വായിക്കുന്നില്ല, കാരണം അത് അല്ല നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. പൗലോസ് പറഞ്ഞു, see, I boasted about you in all these churches and you are not giving money. How can you do that? You fulfill what you have promised. അത് പറഞ്ഞിട്ട് പറയുക, Jesus became poor to make you rich. ഇത് എന്തിനാ പറഞ്ഞതെന്നറിയാം? You become like Jesus. അതിനാ പറഞ്ഞത്. You follow the model of Jesus. He became poor to make you rich എന്ന് പറഞ്ഞാൽ it's a principle to follow in giving. You be like Jesus. You make others rich. അതിനെ ട്വിസ്റ്റ് ചെയ്ത് പറയാണ്, you will become richer. How sad it is. How sad it is. അത് നിങ്ങളുടെ മനസ്സിൽ പിന്നെയും ഡൗട്ട് അവശേഷിക്കുന്നുണ്ടെങ്കിൽ you need one more verse to understand what I am saying. Chapter 6 കേട്ടോ, 6-ാമത്തെ 2 Corinthians 6-ൽ ഇതേ വാക്കുകൾ ഒരുമിച്ച് വരുന്ന വേറൊരു വാക്യമുണ്ട്. 2 Corinthians chapter 6 verse 10. 2 Corinthians 6 verse 10-ൽ എന്തോ പറയുന്നതെന്ന് അറിയാമോ? പൗലോസിന്റെ ടെസ്റ്റിമണിയാ. പൗലോസിന്റെ ടെസ്റ്റിമണി യേശുവിന്റെ ടെസ്റ്റിമണിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. വൊക്കാബുലറി വല്ലതും സെയിം ആണോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. Sorrowful yet always rejoicing, poor yet making many rich. ഇതേ വാക്കല്ലേ 8-ൽ പറഞ്ഞത്? Jesus became poor to make you rich. പൗലോസ് പറയാ, I am poor to make you rich. This is a principle. This is a principle that all disciples of Jesus must follow when we are in Father's will. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കൊലോഷ്യൻസ് 2:6-ന്റെ ആ ആഴം അവിടെ മനസ്സിലായോ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ക്രീഡൽ കൺഫെഷൻ. ഐ റിസീവ് ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ് ഫോർ ദ ഗ്രേസ്. വെയിറ്റ് എ മിനിറ്റ്, യു റിസീവ് ജീസസ് ക്രൈസ്റ്റ് ആസ് ലോർഡ്. വാട്ട് ഡസ് ദാറ്റ് മീൻ? Follow Jesus, just like the way Jesus submitted to Father. You and I, we have to submit. And
Jesus submitted to the point of death, even death on a cross. എന്നല്ലേ ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2-ൽ പറയുന്നത്. എന്നിട്ടല്ലേ പറയുന്നത്, have the same attitude what Jesus had. ഇനിയും നമുക്കെല്ലാം ഇഷ്ടമുള്ള വാക്യമല്ലേ the Lord's Prayer. Lord's Prayerന്റെ ആദ്യം എന്താണെന്നറിയാം? എന്തോ പറയുന്നത്? Hallowed be thy name. എന്തുവാ hallowed be thy name എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? അതിന്റെ സിമ്പിൾ അർത്ഥം ഇത്ര മാത്രമാണ്. Father in heaven, hallowed be thy name എന്ന് പറഞ്ഞാൽ may your name look big. അതിന്റെ അർത്ഥം. Hallowed be എന്ന് പറഞ്ഞാൽ glorify your name എന്നൊക്കെ പറഞ്ഞാൽ ലിറ്ററൽ ട്രാൻസ്ലേഷൻ may your name look big. അതെങ്ങനെയാണെന്നറിയാം? Hallowed be the name. Thy kingdom come, thy will be done. You know how God's name will be made look big through your life? How? നിങ്ങളുടെ ജീവിതത്തിലൂടെ യേശുവിന്റെ നാമം എങ്ങനെയാ മഹത്വപ്പെടുന്നത്? How? സാധാരണഗതിയിൽ എങ്ങനെയാണെന്നറിയാം ആൾക്കാർ പറയുന്നത്? When we buy a new car, let God's name be glorified. Let's know God's name be glorified. പക്ഷേ ഇവിടെ എന്താ പറയുന്നേ? By the way, I'm not against anybody buying new car. If you have the provisions to buy, please do buy. I also drive a car. Don't think that I am living an ascetic life somewhere in Himalayas. No, not at all. You need car, I need car. What I am telling you is that is not the distinguishing mark that we have from the rest of the world. Don't ever deceive yourself to think that I received Jesus Christ and I am having a life of luxury now because he is King of Kings. I am supposed to live like the son of a king. That idea is contrary. That is completely missing the biblical principle of lordship, coming under the lordship of Jesus and allowing his will. അപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. If cross was at the center of Father's will for Jesus, you know what will be at the center of Father's will for you? അത് ഭയങ്കര ഡിഫിക്കൽട്ടാ. യേശുവിന്റെ ജീവിതത്തിന്റെ പിതാവിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയ യേശുവിന്റെ ജീവിതത്തിന്റെ ഒത്ത നടുക്ക ക്രൂശ്. സെന്റർ ഓഫ് ക്രോസ് വാസ് നോട്ട് ഔട്ട്സൈഡ് ഓഫ് ഗോഡ്സ് വിൽ. ഇന്ന് പലർക്കും എന്തെങ്കിലും കഷ്ടം സംഭവിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, ബ്രദറെ ദൈവത്തിന്റെ ഹിതമൊന്നും അല്ല ഇത്, ദൈവത്തിന്റെ ഹിതത്തിലേക്ക് ബ്രദർ മടങ്ങി വരണം, എല്ലാം ശരിയാവുന്നു. They will confuse people. If something goes wrong in their life, they'll say, ബ്രദറെ you are outside of God's will. ജീവിതം ക്രമീകരിക്കുക, എല്ലാം ശരിയാവുമെന്ന് പറയും. അപ്പൊ ക്രമീകരിച്ചാൽ എല്ലാം ശരിയാവും. അപ്പൊ യേശുവിന്റെ ജീവിതത്തിൽ ക്രോസ് വന്നതോ ബിക്കോസ് ഹി വാസ് ഒബീഡിയന്റ്. അപ്പൊ നമ്മൾ അനുസരിച്ച് നടന്നാൽ വാട്ട് ആർ വി സപ്പോസ് ടു എക്സ്പെക്ട് ഇൻ അവർ ലൈഫ്? Don't be surprised, don't be shocked. Cross. If you receive Jesus Christ as Lord, expect cross in your life. Again, എന്തോ അതിന്റെ അർത്ഥം? ഇപ്പൊ നമ്മള് ഇത് പറയുമ്പോ ക്രോസ്, ഐ എം വില്ലിംഗ് ടു ടേക്ക് ക്രോസ്. എന്താ അതിന്റെ അർത്ഥം? എന്താ? If I am asking another person, take that chair and come, എന്തോ അതിന്റെ അർത്ഥം? Somebody wants to sit. Either I want to sit or somebody wants to sit. Jesus is telling everyone, follow me, take the cross. Count the cost, take the cross. Avade endha? What is Jesus meaning? What is the underlying principle here? Be willing to die. Die to ambition. Ipam pallum parayunnu, say I am willing to die. രക്തസാക്ഷിയാകാൻ ഞാൻ ഇപ്പൊ തയ്യാറാ. ആണി അടിക്കുക, എന്റെ കൈ കൂടെ ആണി അടിക്കും. ഒരു ഭക്തനായ മനുഷ്യൻ ഇങ്ങനെയാ പറഞ്ഞത്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ലിവ് ഫോർ ക്രൈസ്റ്റ് ദാൻ ടു ഡൈ ഫോർ ഹിം. ആണികൾ അടിച്ച് ഒറ്റ നിമിഷം കൊണ്ട് തീരാനല്ല, എവറി ഡേ ഫാമിലി ലൈഫ്. യേശുവിന്റെ പ്രിൻസിപ്പിൾ, യു നോ വാട്ട് ഈസ് ജീസസ് പ്രിൻസിപ്പിൾ? വൈഫ് സബ്മിറ്റ്, ഹസ്ബൻഡ് ലവ്. ഇത് രണ്ടിനും എന്താണെന്നറിയാവുള്ള? ജീസസ് അറ്റ് ദ സെന്റർ. വൈഫ് submit in the way that you submit to Lord. യേശു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമായിരുന്നെങ്കിൽ എങ്ങനെ സബ്മിറ്റ് ചെയ്തേനെയും അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ. ഇനിയും ഭർത്താക്കന്മാരായ നമ്മളോട് എന്താ പറയുന്നതെന്നറിയോ? ജസ്റ്റ് ലൈക്ക് ജീസസ് ലവ് ദ ചർച്ച്. അതാണ് മറ്റേതിനെക്കാട്ടി ഡിഫിക്കൽട്ട്. ആദ്യത്തേനെക്കാട്ടിൽ ഡിഫിക്കൽട്ട് രണ്ടാമത്തെ. യു നോ ഹൗ ജീസസ് ലവ് ദ ചർച്ച്? ബൈ ഗിവിംഗ് ഹിസ് ലൈഫ്.
അപ്പോഴാണ് so-called Christians and believers, we file cases for divorce. But we say, but we claim that, no, I received Jesus Christ. What are we saying? We are receiving Jesus Christ, meaning Jesus Christ as Lord, His will, His desires, His kingdom, His principles coming and settling, or in other words, allowing Jesus to feel at home in our hearts. Moving on, നമുക്ക് കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇത്രയും ഞാൻ പറഞ്ഞതിനെ സംക്ഷിപ്തമായി നമ്മുടെ മുമ്പിൽ തരുന്ന ഒരു വാക്കുണ്ട്. 2:6 നോക്കിയാൽ, just as you receive Christ Jesus as Lord. തീർന്നില്ല ജീവിതം. Don't be deceived, don't be kidnapped by somebody else. എന്തോ ചെയ്യണം എന്നറിയാമോ? Continue to live your lives in Him. How do you measure growth? Spiritually, how do you measure growth? Years will not bring growth. ചുമ്മാ years. ചില സന്ദർഭങ്ങളിൽ ഞാൻ കാണാറുള്ള ഒരു കാര്യം പറയാം. സോറി ടു സേ സം ഓഫ് ദീസ് തിങ്സ്, ബട്ട് സ്റ്റഡി ആയതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് പറയാം. ഞാനൊരു ബൈബിൾ സ്കൂളിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതും എനിക്ക് പറയാം. ആരെയും കളിയാക്കാനല്ല, ഒന്നുമല്ല, ഞാനും ഒരു പാസ്റ്ററിന്റെ മോനായോണ്ട് പറയാം. ചില സ്റ്റുഡൻസിന്റെ ബിഹേവിയർ കാണുമ്പോ ഓഫീസിൽ ഞാൻ വിളിച്ച ആദ്യമേ ഞാൻ ചോദിക്കാറുണ്ട്, ഇതുവരെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തെറ്റിയിട്ടില്ല, എന്താണെന്നറിയാമോ ചോദിക്കാറുള്ളേ? ആർ യു എ PK? എന്താണെന്നറിയാമോ? PK, പാസ്റ്റേഴ്സ് കിഡ്. ആർ യു എ PK ബൈ ഇൻ എനി ചാൻസ്? ഇതുവരെ ചോദിച്ചവരെല്ലാം യെസ് യെസ്. കാരണം അറിയാം, കാണുമ്പോഴേ അറിയാം. ചിലത് കാണുമ്പോ, ചില സ്വഭാവങ്ങൾ കാണുമ്പോഴേ അറിയാം. കണ്ട് തഴമ്പിച്ചു പോയി, വലിയ പ്രയാസമായി മാറാൻ. പറയാൻ ഉദ്ദേശിച്ചത് ഇയേഴ്സ് കൊണ്ട് വരുന്നതല്ല ഈ മെച്യൂരിറ്റി ഓർ ഗ്രോത്ത്. ഇറ്റ് ഹാസ് ടു ബി വെരി ഡെലിബറേറ്റ് എഫേർട്സ്. പാസ്റ്ററിന്റെ മോനായി ജനിക്കുന്നത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ ചിന്തിക്കുന്നത് അത് വലിയൊരു ഭാഗ്യമാണെന്ന്. കാരണം കൊച്ചിലെ മുതലേ ഒരു ഗോഡ്ലി അറ്റ്മോസ്ഫിയറിൽ യെസ് ഒത്തിരി കാര്യങ്ങൾ തിക്തമായിട്ടുള്ളത് കാണുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ ഒത്തിരി ദൈവകൃപ അനുഭവിക്കാനുള്ള അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവിടെ പൗലോസ് ഉപയോഗിക്കുന്ന കണ്ടിന്യൂ ടു ലിവ് യുവർ ലൈഫ്സ് ഇൻ ഹിം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മലയാളം ഇവിടെ ഞാനൊരു മലയാളം സ്പീക്കിംഗ് ആളാണ് എന്നുള്ളതിൽ വളരെ സന്തോഷിക്കുന്നു. കാരണം ഇവിടെ മലയാളമാണ് വേണ്ടത്. മലയാളി തർജിമയാണ്, വിച്ച് ഇസ് ക്ലോസർ ടു ദി ഒറിജിനൽ ലാംഗ്വേജ്. ഒന്ന് നോക്കിയേ, ചാപ്റ്റർ 2:6, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ ജീവിക്കുവീൻ എന്നല്ല. ഇംഗ്ലീഷിൽ എന്താ? കണ്ടിന്യൂ ടു ലിവ് യുവർ ലൈഫ്. ജീവിക്കുക. മലയാളത്തിൽ എന്താ? നടക്കുക. ദാറ്റ് ഈസ് മോർ ക്ലോസർ ടു ദി ഒറിജിനൽ ലാംഗ്വേജ്. ഒറിജിനൽ ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്നത് നടപ്പെന്ന് തന്നെയാണ്. കാരണം എന്താണെന്നറിയാം? വാക്കിംഗ് ഡിനോട്ട്സ് ലൈഫ് സ്റ്റൈൽ. ഇറ്റ്സ് എ കണ്ടിന്യൂസ് തിങ്. ഇറ്റ്സ് നോട്ട് എ മൊമെന്ററി വൺ ടൈം കൺഫെഷൻ. ജസ്റ്റ് ആസ് യു റിസീവ് ക്രൈസ്റ്റ് ജീസസ് ആസ് ലോർഡ്, യേശുവിനെ കർത്താവായി സ്വീകരിച്ചെങ്കിൽ ആ സ്വീകരിച്ചതിന്റെ ലക്ഷണം എന്താണെന്നറിയാം? യു walk. Continue to walk in him, being in Christ and allowing Jesus to shape your life. ഇവിടെ ഈ walk എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു വേർഡാണ്. കാരണം in chapter 3 verse 7 you will see this verse, and in chapter 1 also verse 10 you will see this verse. 3:6 എന്ത് കാണിക്കുന്നറിയാം? 3:6 നോക്കിയ ഒരു നിമിഷം. You used to walk in these ways. അപ്പൊ ഈ walk ഒരു ഇമ്പോർട്ടന്റ് വേർഡ് ആണ് ഈ ലെറ്ററിലെ. 2:6 പറയുന്നത് യേശുവിനെ കർത്താവായി സ്വീകരിച്ചെങ്കിൽ ആ ക്രിസ്തുവിൽ നടക്കണം. പക്ഷെ 3:6 പറയുന്നത് you used to walk. 3:7 പറയുന്നത് you used to walk. അവയിൽ ജീവിച്ചിരുന്ന എന്ന് പറഞ്ഞാൽ കറക്റ്റായി എന്താ തർജ്ജിമ? അവയിൽ നടന്നിരുന്ന. ഇവിടെ ഇംഗ്ലീഷ് കറക്റ്റാ, യു യൂസ് ടു വാക്ക്. ഇവിടെ മലയാളത്തിൽ അവയിൽ ജീവിച്ചിരുന്ന. യഥാർത്ഥത്തിൽ അവയിൽ നിങ്ങൾ നടന്നിരുന്ന ഒരു കാലമുണ്ട്.
എവയിലാന്നറിയാം? ഇത് ബിലീവേഴ്സിൽ വല്ലതും കാണാൻ ഒക്കോ ഇല്ലയോ എന്ന് നിങ്ങൾ പറ. അവയിൽ എന്താന്നറിയാമോ? അതിന്റെ മുമ്പിലത്തെ നോക്കിയാൽ ശ്രദ്ധിച്ചേ, അവയിൽ നിങ്ങൾ നടന്ന് ഇപ്പോഴോ നിങ്ങളും എന്തൊക്കെയില്ല നിങ്ങളിൽ? നിങ്ങളുടെ ആ നടപ്പിപ്പോ കഴിഞ്ഞു. നിങ്ങളിപ്പോ യേശുവിലാ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ എന്തൊക്കെ ഇല്ലെന്നറിയാം? കോപമില്ല, ക്രോധമില്ല, ഈർഷ്യയില്ല, വായിൽ നിന്ന് വരുന്ന ദൂഷണമില്ല, ദുർഭാഷണം, ഇവ ഒക്കെയും വിട്ടുകളയേ. അന്യോന്യം ഭോഷ്ക് പറയരുത്, കള്ളം പറയരുത്, സൂത്രം പറയരുത്, കോപം, ക്രോധം, ഇതെല്ലാം. കാരണം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ നേരത്തെ ഇങ്ങനെ നടന്നവരാ. ഇപ്പൊ നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചത് കൊണ്ട് അവനിൽ നടക്കണം. യേശുവിന്റെ ജീവിതം മാതൃകയാക്കി ഹിസ് വാല്യൂസ് ഷേപ്സ് മൈ ലൈഫ്. അതാ വാസ്തവത്തിൽ ഗ്രോത്ത്. ഓൺ എ ഡെയിലി ബേസിസ് പ്രോഗ്രസിങ് in conforming myself to the image of Jesus Christ. ഇവിടെ ഈ സംസാരം വായിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആ സ്പിരിച്വൽ ലൈഫിൽ. എനിക്കറിയത്തില്ല നിങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടോന്ന്. ഈ 3 മാത്രമല്ല, എഫേഷ്യൻസ് 4 വാക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ. ഒരു നിമിഷം വേണേ ഒന്ന് എഫേഷ്യൻസ് 4 തുടങ്ങുന്നത് ആസ് എ പ്രിസണർ ഫോർ ദ ലോർഡ് 4:1 I urge you to walk a life worthy of the calling എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയാനുള്ള എല്ലാം എന്താണെന്നറിയാം? ഒരു 25 മുതൽ താഴോട്ട് നോക്കിയ put off falsehood, speak truthfully, speaking ഈ കാര്യമാണ് പറയുന്നത്. അവിടാണ് പലപ്പോഴും പലരുടെയും സ്ട്രെസ് എവിടെ ഇരിക്കുന്നതെന്നറിയാം? സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ്. സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ് ആണ് സ്പിരിച്വാലിറ്റിയുടെ ഹൈ ഇതായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഒരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് മുടക്കൊന്നും ഇല്ലല്ലോ. ഒരു 3 hour സർവീസിൽ കുറച്ചു നേരം സ്പീക്കിംഗ് ഇൻ ടങ്സ്, ഐ എം നോട്ട് ലൂസിങ് എനിത്തിങ്, ഇറ്റ് ഈസ് നോട്ട് ഹേർട്ടിങ് മീ, ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഗോഡ്, ഇതെല്ലാം പറയുന്നു. പക്ഷെ എന്നെ ചലഞ്ച് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിങ്ങൾ ചിന്തിക്കണം. It is easy to speak in other tongues, but it is difficult to control your mother tongue. Think about that. Easy to speak in other tongues എന്ന് പറഞ്ഞാൽ ആത്മാവ് വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ yes, that happens. But it is difficult to control your mother tongue. അന്യഭാഷയിൽ സംസാരിക്കുന്നത് good. I speak in tongues. I believe in speaking in tongues. നിങ്ങൾ എല്ലാവരും വാഞ്ചിക്കണം അത്. If you are not able to exercise that gift or have the experience of speaking in tongues, I pray that in 2021 you will have that experience. പക്ഷേ നമ്മളെ തന്നെ ഡിസീവ് ചെയ്യരുത്. എങ്ങനെയാന്ന് ചോദിച്ചാൽ I speak in tongues, but mother tongue ഒരു കൺട്രോളും ഇല്ല. With wife no control, with children no control, with colleagues no control, mother tongue no control, but speaking in other tongues ഉണ്ട്. അതാ ഡിസെപ്ഷൻ. That is deception. It's a big deception. So think about it. ഈ വാക്യത്തിൽ പറയുന്ന just as you received Christ Jesus as Lord, continue to live your lives എന്ന് പറഞ്ഞാൽ not like the old. 5-ാമത്തെ വാക്യത്തിലുണ്ട് ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം. കൊലോസ്യ ലേഖനം 3:5 വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ദുർമോഹം വേണ്ട, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. നമ്മള് സാധാരണ ഈ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ ആൾക്കാര് ടെസ്റ്റിമണി പറയുന്ന ചാക്കില ഞങ്ങളുടെ വീട്ടിൽ നിന്നെല്ലാം എടുത്ത് കളഞ്ഞത് ആറ്റിലോട്ട് എറിഞ്ഞു രാത്രിയിൽ. ആ വിഗ്രഹം കളയാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു 3-4 ഇൻസിഡൻസ് ഞാനും ഓർക്കുന്നു. ഞാൻ ഒരു പാസ്റ്ററുടെ മകനായിരുന്നത് കൊണ്ട് കൊച്ചിലെ ഓർക്കുന്നു. ചാക്കിൽ കൊണ്ട് രാത്രിയിൽ കളഞ്ഞ വിഗ്രഹങ്ങൾ ഞാനും ഓർക്കുന്നു. ഞാനും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കളഞ്ഞു, ശരിയാ. പക്ഷെ ചിന്തിക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഈ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ പലർക്കും സംഭവിച്ചിരിക്കുന്ന എന്താണെന്നറിയാം? നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്ത ഗോസ്പൽ യേശു എന്താന്ന് ചോദിച്ചാൽ, see, you go and pray to idols, right? It's all dead. They will not hear your prayer. They will not answer. Come to living God. Whatever you are praying there, pray to Jesus. Jesus will do it for you. ഇതാ ഗോസ്പൽ. പലയിടങ്ങളിലും ഗോസ്പൽ, throw off idols, come to Jesus. Jesus will hear your prayer and answer. ഇതിനെ വിളിക്കുന്ന എന്താണെന്നറിയാം? ട്രാൻസ്ഫർ ഓഫ് ഗോഡ് ഹാപ്പൻഡ്.
But you know what did not happen? Transformation did not happen. Transfer of God നടന്നു. ഒറ്റ ദിവസം നടന്നു. പെട്ടെന്ന് ഐഡൽ എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. ആ ഐഡലിന്റെ സ്ഥാനത്ത് ഇപ്പൊ യേശു മതി, സ്നേഹം മതി. പക്ഷെ എന്തോ നടന്നില്ല, ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. അതുകൊണ്ട് മൈ പ്രയർ റിക്വസ്റ്റ് ഡിഡ് നോട്ട് ചേഞ്ച്. അവിടെ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ചെക്ക് യുവർ പ്രയർ ലൈഫ്. ദാറ്റ് വിൽ ഷോ വെദർ യു ആർ ലിവിങ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ യേശുവിലാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത് പ്രയോറിറ്റി ലോർഡ്സ് പ്രയറിന്റെ പ്രയോറിറ്റി ആയിരിക്കും. ലോർഡ്സ് പ്രയറിന്റെ പ്രയോറിറ്റിയിൽ ആദ്യം വരുന്നത് യുവർ വിൽ, യുവർ വിൽ, യുവർ വിൽ, നോട്ട് മൈ വിൽ. Prayer is not to twist the arms of Jesus. Do it for me. If you are not doing it for me every night or in my regular prayer, I am going to declare hartal. Adenduva ada fasting. I am going to take it from your hands. Children പറയുന്ന പോലെ പിടിച്ചു വാങ്ങിച്ചതാ ഇവനെ. These are all wrong vocabularies to use. അത്ര ബലഹീനനായിട്ടുള്ള ഒരാളല്ല യേശു. ശിഷ്യത്വം, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ we receive Christ Jesus, continue to live in him എന്ന് പറഞ്ഞാൽ our prayer life will reflect whether we are living in Jesus, because Jesus prayed your will. We are also supposed to pray his will. And the character formation, transformation, not just transfer of God. Okay? ഏഴാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് time is up, we will close. ഏഴാമത്തെ വാക്യത്തിൽ നല്ല കാര്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? You were taught. ആറാമത്തെ വാക്യത്തിലെ നല്ല കാര്യം you received. പക്ഷെ നല്ല കാര്യത്തിന്റെ പൂർണ്ണ സ്കോപ്പിൽ വരണമെങ്കിൽ we should know we have to receive Jesus as Lord. Lord എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം come under his will. അതോടെ ഡെയിലി വാക്കിൽ കാണാം. നോട്ട് യുവർ പ്രീവിയസ് വാക്ക്. പ്രീവിയസ് വാക്ക് ആണ് 3:5 7 ഒക്കെ. ഈ പുതിയ വാക്കിനെ കുറിച്ച് 1:10 പറയുന്നുണ്ട്. അതിപ്പോ വായിക്കുന്നില്ല. 1:10-11 you can read for yourself. ഈ 7 നോക്കുമ്പോ you were taught എന്നുള്ള പദം ഉണ്ടല്ലോ. ഗുഡ് തിങ് ആണ്. ഈ ദ മെസ്സേജ് ബൈബിൾ എന്ന് പറഞ്ഞ ഒരു ബൈബിളിനെ കുറിച്ച് നിങ്ങൾ അവെയർ ആണെന്ന് ഞാൻ ധരിക്കട്ടെ. ഇഫ് യു ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്, ഫ്രം യുവർ പ്ലേ സ്റ്റോർ യു ക്യാൻ ഡൗൺലോഡ് ദ മെസ്സേജ് ബൈബിൾ. ഇറ്റ്സ് എ ബ്രില്യന്റ് വർക്ക് ബൈ യൂജിൻ പീറ്റേഴ്സൺ. ബൈബിൾ നന്നായി പഠിക്കുന്നവർക്ക് along with NIV or NRSV or whatever translation you are using, if you read the Message Bible, because the language is contemporary English, word picture ellam veche, it will bring the text alive. Play Store il free aayittu download cheyam the Message Bible. appo Message Bible ee verse 7 ne enganeyanu ariyamo translate cheyidirikkunu. adu valare rasakaram adu manasilakan vendi nammade innathe ee class il. Now do what you have been taught. Now do what you have been taught. Quit studying the subject and start living it. ഒന്നുകൂടെ പറയാം. What is growth? Growth is not just studying. Growth is not celebrating I received Jesus. I received Jesus. Oh, my life is not the same. Yes, I agree. My life is not the same with what? With values or with some material things. Values in the sense godly values. ഒന്നുകൂടെ വായിക്കാം. ഈ ഏഴാമത്തെ വാക്യം മെസ്സേജ് ബൈബിൾ അതിന്റെ അർത്ഥം ക്യാപ്ചർ ചെയ്ത് ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. Now do what you have been taught. Quit studying the subject and start living it. എന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻ എല്ലാം തലേ വെച്ചിട്ടും ലൈഫ് മാറുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം? Oh, Jesus' lordship. Yeah. It's there in 2 Corinthians. It is there in Ephesians 2. Brother, it's not 7, it's 5. But ഒരാൾ അടുത്തോട്ട് വരുമ്പോ അയ്യോ പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്ത. ലവിങ് മണി. അയ്യോ ഓണർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഹോളിലേക്ക് വന്നു. if he greeted everybody but if he for some reason missed you or missed me and I'm getting hurt, എന്നാലേ എന്നോട് മാത്രം something is wrong. I'm disappointed. അങ്ങനെ എല്ലാ ദിവസവും ഡിസപ്പോയിന്റ്മെന്റ്. എന്തോ കാര്യം ചോദിക്കുമ്പോ ഇത്രയേ ഉള്ളൂ. he did not smile at me, അല്ലെങ്കിൽ he did not read my name. Everybody else is asked to pray except me. There is something. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക.
because we love ourselves. അങ്ങനെ ഒരു ഇതിലേക്ക്. പക്ഷെ നല്ലതായിട്ട് ബൈബിൾ അറിയാം. അതായത് പറയുന്നത് quit studying the subject എന്ന് പറഞ്ഞാൽ now is the time to live. Forgiveness, love, generosity, and getting rid of the love of money. That is what characterizes our Christian life, not just our proclamation. Our proclamation should be translated into practice. എന്നിട്ട് ഈ 7-ാമത്തെ വാക്യത്തിൽ, അതിപ്പോ ഞാൻ പറയുന്നില്ല, നമുക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് ഇനിയും ദൈവം ഇങ്ങനെയുള്ള സമയങ്ങൾ തരും, അപ്പോൾ കൂടുതലായി 7-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. പക്ഷെ ഐ വാണ്ട് ടു ജസ്റ്റ് റീഡ് ദാറ്റ് വേഴ്സ്. റൂട്ടഡ് ആൻഡ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം. അതെല്ലാം കാണിക്കുന്നത് എന്താണെന്നറിയാമോ? കണ്ടിന്യൂസ് പ്രോസസ്. It's not one-time event. It's not writing a date. I received Jesus. 93, April 3rd. That's it. From that day on, I'm attending church. Everything is going well. Adallade. Coming under the Lordship, rooted and built up in the Varanjal, allowing Jesus to feel at home in your hearts. No, allowing Jesus to shape your values, your thoughts, your attitude, your family life, your social values. Ellam Yesu maatti mariche, rooted and built up. Strengthened in faith as you were taught, and overflowing with thankfulness. And the result in Nariyamo, to see somebody walking in the Lord. How do you know that a person is walking with the Lord and in him? Life will be characterized by thankfulness. എപ്പോഴും വാതുറക്കുമ്പോ കൊറോണ കൊറോണ കൊറോണ, അയ്യോ അല്ലെങ്കിൽ ഞാൻ വേറെ ലാസ്റ്റ് 10 months എല്ലാം പോയി, don't know what to do. ചിലര് അത് ഏറ്റവും ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ സഹിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് 10 months കൊറോണ വന്ന് സഹിക്കാന്ന് പറഞ്ഞാൽ that is not right for a born again Christian, somebody who is walking with Jesus. We are supposed to believe that everything will work together for our good. That is what we are supposed to live. Our words are not supposed to be, oh my word, you know what, with this corona, what is this? Anganalla. We're supposed to say, no, I know God is doing something in my life, even in this season. ഞാൻ ഇടയ്ക്ക് പറയാൻ വന്നത് ചില കഷ്ടം എന്ന് പറയാൻ കാര്യം, ചിലപ്പോൾ after marriage, after 20 years, 2 children are also there. അയ്യോ വേറൊരു കല്യാണാലോചന വന്നായിരുന്നു, I was stupid to make this decision. And എങ്ങനെയാ? തന്നെയല്ല, in front of everyone. I'm not just saying something, I've seen this happening. Every disciples of Jesus. So that is the worst form of displaying discipleship. That is the worst form of displaying Christ likeness. Appo nammale devam to fill our hearts with gratitude, to believe that God is going to work everything for our good. You know what is that? Our good is God's glory in our lives. Our good is we being conformed to the image of his son. That is the good. Ultimate good is not some money or something that we get here. The ultimate good envisaged in the gospel is knowing Jesus, and every situation God will use it. Thank God for the husband that you have. Thank God for the wife that you have, the children, all of them God has put in your life to make you a better person. Thank God for the difficult boss that you have in your workplace. He is divinely appointed. Don't pray that God will throw him away to Mumbai. No. Be like Christ. Be like Christ. On the cross, he said, forgive them, for they do not know what they are doing. So may God help us to live out the Christian life. Let's not just celebrate the fact that we received Christ. Let's walk on a daily basis, looking at Jesus' cross as the principle that would shape our lives. Once again, I want to thank Pastor Moby for this opportunity to be with you all. May God bless you. ഞങ്ങളെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണമേ. If you remember that ഇന്ന് പറഞ്ഞതുപോലെ ജീവിക്കാൻ, ഇതെല്ലാം പറഞ്ഞിട്ട് after 5 years or 10 years, if you are hearing, that day somebody came, is Joe. He is one, adu kekade, so that I will be found faithful in his eyes. Appo angane oru the serious, the real Christian life, അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഞാൻ എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു.
ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവ് ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.